ഈ പറയുന്ന ദിക്ർ നിങ്ങൾ പറഞ്ഞാൽ പെങ്ങളെ രക്ഷപ്പെട്ടു, പെങ്ങളെ ഇന്നു മരിച്ച സ്വർഗമാ. ഏത് ദിക്റാണ്? മുത്തുനബി പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുന്നു, സയ്യിദുൽ ഇസ്തിഗ്ഫാർ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന ഒരു ഇസ്തിഗ്ഫാർ ഉണ്ട് പെങ്ങളെ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വബഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദൻബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന ഈ ഇസ്തിഗ്ഫാർ ഏതെങ്കിലും ഒരു മനുഷ്യനെ സുബഹി കഴിഞ്ഞ് പറഞ്ഞു, മഗ്രിബിന് മുമ്പ് മരണപ്പെട്ട സ്വർഗമാണ്. മഗ്രിബിന്റെ നമസ്കാരം കഴിഞ്ഞ് പറഞ്ഞു, സുബഹിക്ക് മുമ്പ് മരണപ്പെട്ട സ്വർഗമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ അത് വലുതാണെന്ന് ചിന്തിക്കരുത്, അത് വലിയ ദിക്റാണെന്ന് ചിന്തിക്കരുത് പെങ്ങളെ. അത് കേൾക്കുമ്പോ വലുതാണെന്ന് തോന്നും, പഠിക്കാൻ സാരമാണ്, പഠിക്കാൻ സാരമാണ്. എത്രയോ ഗാനങ്ങൾ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ കൊണ്ട് നടക്കുന്നവരല്ലേ, ആവശ്യമില്ലാത്തത് പഠിക്കുന്നവരല്ലേ, ആവശ്യമില്ലാത്തത് പലതും പഠിച്ചില്ലേ. ഇസ്തിഗ്ഫാർ പഠിക്കു പെങ്ങളെ, ഇസ്തിഗ്ഫാർ പറ പെങ്ങളെ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ മുഴുവനും പുറത്തു തരുമെങ്കിൽ ഇത് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിചാരിച്ചു പടച്ചവനെ നിസാരമാണെന്ന്. ചുമ്മാതെ പറഞ്ഞാ പോരാ, ചുമ്മാതെ പറഞ്ഞാ പോരാ. ഇത് എങ്ങനെ പറയണമെന്നറിയുമോ? ഏത് മനസ്സോടുകൂടി പറയണമെന്നറിയോ? ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാ തൗബയാണ്, ഏറ്റവും ചെറിയ തൗബയാണ് അസ്തഗ്ഫിറുല്ലാഹല്ലദീം. ഇത് ഏറ്റവും ചുരുങ്ങിയ തൗബയാണ്. തൗബയായി പടച്ചവനെ ഇഖ്ലാസോടെ അങ്ങനെ വേണം പടച്ച റബ്ബിന്റെ മുമ്പിൽ പറയാറ്. പാപങ്ങൾ മുഴുവനും ഹൃദയത്തിലേക്ക് കടന്നു വരണം. അല്ലാഹുവേ, ഞാനും നിങ്ങളും ജീവിതത്തിലെ പാപങ്ങൾ മുഴുവനും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നിട്ട് ആത്മാർത്ഥമായിട്ട് വേണം അല്ലാഹുവോട് പറയാറ്.